തന്ത്രപരമായി ബാലൻ ഒളിപ്പിച്ചത് തന്നെയാവും ശാരദാമ്മയെ. ബാലന്റെ പുതിയ കല്യാണത്തിന് ശാരദാമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നെന്നോ, അതിന്റെ പേരിൽ അമ്മയും മോനും തമ്മിൽ വഴക്കും തർക്കമായിരുന്നെന്നോ, അതാ ശാരദാമ്മ വീട് വിട്ടു പൂക്കോടിയുടെ മനസ്സ് മാറ്റി വിവാഹം മുടക്കാൻ മെമ്പർ ശ്രമിക്കുന്നു. മനസ്സുജനെ സൂക്ഷിക്കണമെന്ന് ജലജ മതികലയോട് പറയുന്നു. ഞാൻ അവനോട് ചോദിച്ചു, അവിചാരിതമായി വഴിയിൽ വെച്ച് ബാലേട്ടനെ ആരോ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടുവെന്നും അവൻ രക്ഷിച്ചു എന്നാ പറഞ്ഞത്. അതൊക്കെ അവന്റെ ഒരു നമ്പറാ. ഒരു കാര്യം നീ ഓർത്തോ, ഹോൾമാർക്ക് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീതെ ചാഞ്ഞാൽ അത് വെട്ടണം. വെട്ടു. എന്നെ ചതിക്കുന്നു തോന്നിയ അവൻ അറിയും ഈ മതി ആരാണെന്ന്. മറ്റൊരു ജീവിതത്തിലേക്ക് നീ പോകുന്നു എന്ന് സൂചിപ്പിച്ച് പരസ്യം കൊടുത്തതല്ലേ, എന്നിട്ടും വന്നില്ലല്ലോ. ഒരു പക്ഷേ അതൊന്നും കണ്ടു കാണത്തില്ല അപ്പച്ചേപ്പ. കാണാൻ പറ്റാത്തവരെങ്ങനെയാ വരുന്നത്? മിസ്റ്റർ ബാലൻ. ഇന്ദുബാലയെ കാത്തിരിക്കുന്ന ബാലൻ ഒരു സ്ത്രീയുടെ ഫോൺ വരുന്നു. അതെ, തുടർന്ന് കാണുക. ഞാൻ ആരാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എനിക്ക് എന്താണ് ബാലചന്ദ്രനോട് പറയാനുള്ളത് എന്നതാണ് പ്രധാനം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയാം. ധൃതി കൂട്ടാതെ. ബാലൻ ഇപ്പോ ഒരാളെ പ്രതീക്ഷിച്ചു നിൽക്കുക അല്ലേ? ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പുതിയ ഭാര്യയാണ് ബാലചന്ദ്രൻ പ്രതീക്ഷിച്ചു നിൽക്കുന്നതെന്ന് കാണുന്നവർക്കൊക്കെ തോന്നും. പക്ഷേ ബാലന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് മറ്റൊരാളുടെ വരവാണ്, അല്ലേ? നിങ്ങളാരാ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ബാല, ഇങ്ങോട്ട് ചോദ്യങ്ങൾ വേണ്ട. നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കുകയും വേണ്ട. ഫോൺ വെച്ചാൽ ബാലന് തന്നെയാവും നഷ്ടം. കാരണം എനിക്ക് പറയാനുള്ളത് ബാലചന്ദ്രന്റെ സീതയെക്കുറിച്ചാണ്. സീത അറിയാവോ? സീതയെയും അറിയാം, സീത ഇപ്പോ എവിടെയുണ്ടെന്നും അറിയാം. എങ്കിൽ ദൈവത്തെ ഓർത്തൊന്ന് പറയൂ, സീത എവിടെയുണ്ടിപ്പോ? സീത ഇപ്പോ ബാലചന്ദ്രന്റെ വളരെ അടുത്തുണ്ട്. എന്റെ അടുത്തോ? ബാലചന്ദ്രൻ ചുറ്റും നോക്കണ്ട, സീത ഉടനെ അവിടെ എത്തും. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? സത്യമോ ബാല? ബാലൻ ഇന്ദുബാലയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് തൊട്ടു മുൻപ്, മുഹൂർത്തം തീരുന്നതിന്റെ തൊട്ടു പിന്നിലത്തെ നിമിഷം സീത അവിടെ എത്തിയിരിക്കും. സത്യമാണോ ഇത്? സത്യമാണോ അതോ എന്നെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? ഹലോ 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 അപ്പച്ചേപ്പാ, എന്താ പല? എനിക്കിപ്പോ ഒരു ഫോൺ. ആരാ? ഇന്ദുമോളായിരുന്നു? അല്ല. പിന്നെ ഏതോ ഒരു സ്ത്രീ. ആരാണെന്നൊന്നും പറഞ്ഞില്ല. ആരാന്ന് പറഞ്ഞില്ല, പക്ഷെ അവര് സീതയെക്കുറിച്ച് പറഞ്ഞു. സീതയെക്കുറിച്ച് പറഞ്ഞു? എന്ത്? എന്താ ബാല? എന്താ എന്റെ കുഞ്ഞിനെ പറ്റി പറഞ്ഞേ? അവൾക്ക് എന്ത് പറ്റി? അത് എന്താ ബാല നീ നിന്ന് പരിങ്ങുന്നത്? ഒരു ഫോൺ വന്നു, സീത ഉടനെ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന കേട്ടോ നീ? എവിടുന്നാ വരുന്നെന്ന് വല്ലതും പറഞ്ഞോ ബാല? എപ്പോ വരുമെന്ന് പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല, ഉടനെ വരുമെന്ന് പറഞ്ഞു. ഉയിര് മാത്രം മിച്ചം വെച്ചിട്ടാണേലും എന്റെ കുഞ്ഞിനെ ഇങ്ങ് തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു. ആദ്യം സീത കൊച്ചു വരട്ടെ, എന്നിട്ട് സന്തോഷിച്ചാ പോരെ? അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചു. അവൾ വരുന്നു എന്ന് സ്വപ്നം കണ്ടാലും ഞങ്ങൾക്കതൊരു സന്തോഷം. അത് വേറെ ആർക്കെങ്കിലും ദുസ്വപ്നമാണെങ്കിലും. ബാല, സീത വരുന്നു എന്ന് കേട്ടപ്പോ നിന്റെ ഉള്ളിൽ സന്തോഷമാണോ അതോ നിന്റെ പുതിയ സൗഭാഗ്യം തട്ടിത്തെറിപ്പിക്കാൻ വരുന്നവളോടുള്ള അമർഷമാണോ എന്നറിയില്ല. എന്തായാലും ഞങ്ങളുടെ കൊച്ചു അനാഥയല്ല. അവൾ ആരുടെ മുമ്പിലും അധികപ്പറ്റാവത്തുമില്ല.
പെങ്ങൾ എന്തിനാ ഇനിയും കരയുന്നത്? നമ്മുടെ കൊച്ചിങ്ങ് തിരിച്ചു വന്നില്ലായോ? വാ, നമുക്ക് അപ്പുറത്തോട്ട് മാറി നിൽക്കാം. വന്നേ, വാ. അയാളുടെ മട്ടുമാതിരിയും കണ്ടാൽ തോന്നും സീതയെ നമ്മളെ കണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കാണ്. നഷ്ടപ്പെടുന്നവർക്കല്ലേ അതിന്റെ വേദന അറിയൂ. നീ ഇതാരെ വിളിക്കാൻ പോവുക? സിജനെ ഒന്ന് വിളിക്കണം. നെഞ്ചുരുകുന്നത് ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? കുട്ടു 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 എന്റെ കുട്ടു പേടിപ്പിച്ചോളഞ്ഞല്ലോ. നീ ഇതെവിടെയായിരുന്നു? ഞാനുണ്ടല്ലോ അപ്പുറത്തുണ്ടായിരുന്നു മനുഷ്യനെ പേപ്പിച്ചാനായിട്ട്. എന്നാലും ഇത് ഇത്തിരി കൂടിപ്പോയ എന്റെ കുട്ടു. എന്റെ നെഞ്ച് കത്തിപ്പോയി. അയ്യോ, മനുഷ്യന്റെ നെഞ്ച് കത്തിപ്പോയോ? എവിടെ നോക്കത്ത്. ഇത് വെയില് വന്നിട്ടാ. ഓ, കുട്ടുവിനോട് ഞാൻ കൂട്ടില്ല. എന്നെ പേടിപ്പിച്ചില്ലേ? എന്നോട് വേണമെങ്കിൽ ഞാൻ കരയോ? ആ കരഞ്ഞോ? ഞാൻ കരയുവേ. ആ കര. അയ്യോ കുട്ടു കരയണ്ട കരയണ്ട കരയണ്ട. ഞാൻ പിണങ്ങിയിട്ടൊന്നുമില്ല. എന്നെ പേടിപ്പിച്ചിട്ടില്ല ഞാൻ പിണങ്ങിന്ന് പറഞ്ഞത്. പിണങ്ങല്ലേ മനുഷ്യ, ഞാൻ ഇനി പേടിപ്പിച്ചിട്ടില്ല കേട്ടാ. ശരി ശരി, ഇനി നമുക്കേ വീട്ടിലേക്ക് പോവാം. വീട്ടിലോട്ടൊന്നും പോകണ്ട. നമുക്കേ ആറ്റില് പോവാം. നമുക്ക് ആറ്റില് പോയി മൂന്നിട്ട് മീനെ പിടിച്ചോണ്ട് തിരിച്ചു വരാം. എന്റെ കുട്ടിമണി, ഇനി മീൻ പിടുത്തൊക്കെ നാളെ. മീനൊക്കെ ഉറങ്ങാൻ പോയേക്കുവാ. നമുക്ക് വീട്ടിലേക്ക് പോവാം. പുത്തൻ വില്ലേജ് വരില്ലേ? ഇല്ല, മൂന്നിട്ട് മീൻ പിടിച്ച് നമുക്ക് പുത്തൻ വില്ലേജിക്ക് കൊടുക്കാം. കുട്ടു സമ്മതിക്കലല്ലേ? ദേ, അവിടെ ചെന്നൊരു 10 മിനിറ്റ് ചൂണ്ടയിടും. മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ കരയും. ഓ, കരഞ്ഞ ഉടനെ മീൻ കിട്ടുവോ? എങ്കിൽ പിന്നെ എല്ലാരും ആറ്റിന്റെ തീരത്ത് വന്ന് കരഞ്ഞാ പോരെ കുട്ടു? അത് പിന്നെ ഈ മൂണ്ടേ നൂല് ഇട്ട് മീൻ ഇങ്ങനെ പിടിച്ചുവല്ലോ. എന്റെ കുട്ടു മൂണ്ടയല്ല, ചൂണ്ട. ചൂണ്ട. ഓ, എത്ര തവണ ഞാൻ പറഞ്ഞു കൊടുത്തു ഈശ്വരാ. എന്തായാലും ചൂണ്ടയിട്ട് നോക്കാം. മീൻ കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിലോ? ഇല്ലെങ്കിലേ പോന്ന വഴിക്ക് മനുഷ്യൻ എനിക്ക് വാങ്ങിച്ചു തരണം. എന്നാ അവിടെ വന്നിട്ട് അനങ്ങാതെ നിൽക്കണം. ഞാൻ ചൂണ്ടയിടുമ്പോ ആറ്റിലേക്കൊന്നും ഇറങ്ങി പോകരുത്. എനിക്കും കാണണം. അനങ്ങാതെ നിന്ന് കണ്ടോ? ഇനിയും എന്നെ പേടിപ്പിക്കരുത്. മീനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ പേടിപ്പിച്ചോ? പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മക്കളല്ലേ, മീനൊക്കെ വിളിച്ചാലുടനെ ഇങ്ങോട്ട് വരാനായിട്ട്. അയ്യോ, മനുഷ്യന്റെ കുഞ്ഞമ്മയുടെ മക്കളാണ്. അമ്മ അവിടുത്തെ കാര്യം നോക്ക്. ഒരു കാരണവശാലും കല്യാണം നടക്കരുത്. കല്യാണം നടന്ന അറിയാലോ. ഞാനിപ്പോ ഒന്ന് പുറത്തേക്ക് പോവാ. ഒരു കാര്യമുണ്ട്, വന്നിട്ട് പറയാം. ശരി. എന്റെ കുട്ടു നിന്നുണ്ടല്ലോ. ഞാനും പേടിപ്പിക്കുമോ? ചക്കര കുട്ടു. പോലീസാണ്. ആ പോലീസ് തൊപ്പിയൊക്കെ നേരെ വെച്ചേ. മനുഷ്യൻ പേടിച്ചു. അയ്യടി. എന്നാ ചെന്നിട്ടേ മൂന്നേ നൂല് എടുത്തോണ്ട് വാ. നമുക്കേ ആറ്റ് പോവാം. ഇപ്പൊ പുത്തൻ വലിച്ചു വരും. അതാ ഞാൻ പറഞ്ഞത് ആറ്റിലൊന്നും പോണ്ടാന്ന്. പക്ഷെ എനിക്ക് പോണല്ലോ. പക്ഷെ ഒറ്റ ഓട്ടത്തിന് തിരിച്ചു വരണം. തിരിച്ചു വരണ്ടടാ നീ. പുഴയോരത്തൊരു കുടിലും കെട്ടി അവിടെ അങ്ങ് താമസിക്കും. മതി. അത് എന്നെ കാണുമ്പോ നീ എന്തിനാടാ ഇങ്ങനെ പരുങ്ങുന്നത്? ഞാൻ പോലീസാ. പോലീസ്. പെണ്ണിനെ കൊണ്ട് നീ എങ്ങോട്ടടാ? അല്ല, കുട്ടിമണി പറഞ്ഞു ആറ്റി പോവാന്ന്. ഓ, കുട്ടിമണി പറയുന്ന താളത്തിനൊത്ത് തുള്ളാൻ നിക്കണോ നീ? നാണം കെട്ടവനെ. അതെ, ഞങ്ങളല്ലോ ആദ്യം പോയി മീൻ പിടിച്ചാനേ പോവാ. ആറ്റിലെ വലിയൊരു മുതല ഇറങ്ങിയിട്ടുണ്ട്. ആരുടെ തല? ആരുടെയും തലയല്ല, മുതല. വലിയൊരു മുതല. വെള്ളത്തിലിറങ്ങിയ അപ്പ നിന്നെ പിടിക്കും. അയ്യോ അയ്യോ, എന്നാ പോണ്ട പോണ്ട. മനുഷ്യൻ പോണ്ട. മുതല വെച്ചു മുല്ല. പെണ്ണിന്റെ ഒരു സ്നേഹം. ഇന്നലെ എന്റെ കണ്ണി കുത്തിയത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. നിന്നെ എന്റെ കൈ കിട്ടും. ഞാൻ
ഞാനേ ഇപ്പൊ പോലീസ്. ആഹാ, വടിയൊക്കെ ഉണ്ടോ? കാണട്ടെ. ഇത് കൊള്ളാലോ. ഇതുകൊണ്ടൊരു തല്ല് കിട്ടിയാ കാലൊടിയോടാ. അപ്പൊ നമുക്കൊന്ന് നോക്കാല്ലേ? നോക്കാം. പോടാ. കൊച്ചേച്ചി നോക്കട്ടെ നല്ല വടിയാണോന്ന്. നോക്കിച്ചോ. അപ്പൊ നോക്കാൻ പോവാണേ. നോക്കിച്ചോ. പേടിയൊന്നുമില്ലല്ലോ? എനിക്കൊരു പേടിയില്ല. വേണ്ട. നിന്നോട് മിണ്ടായിരിക്കാനല്ലേ പറഞ്ഞത്? മനുഷ്യ മിണ്ടായിരിക്കാൻ ഞാനും പറഞ്ഞു. അപ്പൊ കുട്ടിമണി റെഡിയല്ലേ? റെഡിയാണ്. 1 2 അയ്യോ, പോലീസ് കരയാൻ പാടില്ല. പോലീസിനെ നല്ല ധൈര്യം വേണം. ഇല്ല, ഞാൻ കരയത്തില്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. പ്ലീസ് വിളിച്ചോണ്ട് പോടാ അവളെ. എന്നെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. പോലീസ് മോള് ചെല്ല് കേട്ടോ. മനസ്സജൻ എന്ന് വരുമ്പോ ബിരിയാണി കൊണ്ടുവരും. അപ്പൊ ഈ വേദനയൊക്കെ അങ്ങ് മാറും. മോനെ, ശരിക്കും എന്റെ സീതമോള് വരൂലോ അല്ലേ മോനെ? വരുമെന്ന് ആ സ്ത്രീ പറഞ്ഞത്. അവരാരാണെന്ന് വല്ലതും പറഞ്ഞു? ഇല്ല, പേര് പോലും പറഞ്ഞില്ല. അതാ എനിക്കും സംശയം. ഇതാരോ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേന്ന് എന്റെ ബലമായ സംശയം. ഈ കല്യാണം മുടക്കാനായിട്ട് ആരോ കഴിച്ച കളിയാണെന്നാണ്. അത് നിങ്ങൾക്ക് ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണമെന്നുള്ളതുകൊണ്ട് തോന്നുന്നതാണ്. പഴയ പരിചയക്കാരൻ്റെ കൊച്ചുമോളല്ലേ ബാലനെ കൊണ്ട് കെട്ടിക്കാൻ പോകുന്നത്. അപ്പൊ കൂടുതലും ചായവും കൂടുതൽ അങ്ങോട്ടായിരിക്കും. പിന്നെ പുതിയ ബന്ധങ്ങൾ വരുമ്പം പഴയ ബന്ധങ്ങൾ ആർക്ക് വേണം? പൂക്കോടി രാഘവ, ഈശ്വരനെ നിരക്കാത്ത വർത്തമാനം പറയരുത്. എന്റെ വല്യണ്ണ, ഒന്നും മിണ്ടാതിരിക്കെ. നിങ്ങൾ രണ്ടുപേരും കൂടി എന്തിനാ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നത്? നമ്മുടെ കൊച്ചിങ്ങ് തിരിച്ചു വരുമല്ലേ, പിന്നെന്താ? അതിനാര് വഴക്കുണ്ടാക്കി? കാര്യം പറഞ്ഞതല്ലേ. അത് കേൾക്കുന്നവർക്ക് കൂടി തോന്നണം പറയുന്നത് കാര്യമാണെന്ന്. എന്റെ പൊന്നു വല്യണ്ണ, ദൈവത്തെ ഓർത്ത്. ചുമ്മാതല്ല ഇങ്ങനെ കാവടിയും കൊടുത്ത് പെണ്ണുമ്പിള്ള നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത്. ബാല മോനെ, സീത ഇപ്പൊ വരും. അപ്പോഴേക്കും ഇന്ദുബാലയും വരും. നീ എന്ത് ചെയ്യും മോനെ? അമ്മേ, ബാല മോൻ എനിക്ക് വാക്ക് തന്നതാ. ഇന്ദുബാലയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പാ സീത വരുന്നതെങ്കിൽ എന്റെ മോളെ സ്വീകരിച്ചോളാന്ന്. ഞാനും എന്റെ മോളും ഇന്ദുബാലയുടെ കാല് പിടിച്ചോളാം. ഞങ്ങള് കരഞ്ഞപേക്ഷിക്കാം ഈ കല്യാണത്തിൽ നിന്ന് മാറണേന്ന്. എന്തിന്? പെങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? കരച്ചിലിന്റെയും കാലുപിടുത്തത്തിന്റെയും കാര്യമൊന്നും ഇവിടെ ഇല്ല. സീത വന്നു കഴിഞ്ഞാൽ ബാലന് വേറെ കെട്ടാൻ പറ്റത്തില്ല. ഒരു ഭാര്യ നിൽക്കുമ്പോൾ വേറൊരാളെ നിയമപ്രകാരം കല്യാണം കഴിക്കാവുന്നത് സാധ്യമല്ല. നിയമപ്രകാരമാണല്ലോ ഭാര്യ ഭർത്താവിന് ഇട്ടേച്ച് പോയത്. എന്തായാലും സീത കൊച്ചു വരട്ടെ. എന്തിനു പോയി? എവിടെ പോയി? തന്നെത്താൻ പോയതാണോ അതോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താണോ എന്നല്ല അറിയണ്ടേ? അത് വേണം. കാരണം ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ടത്. ബാലന് പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നില്ലേ? ബാല, ആ ഫോണിലേക്ക് ഒന്നും കൂടി ഒന്ന് വിളിച്ചേ. ഞാനിപ്പോ വിളിച്ചതാമേ, അത് സ്വിച്ച് ഓഫ് ആണ്. അമ്മേ, ആ സ്ത്രീയാ. ഹലോ. ആഹാ, ബാലൻ സീതയെ കാത്തു നിന്ന് മടുത്ത് കാണുമല്ലേ? സീത ഇപ്പൊ എത്തൂട്ടോ. ഹലോ ഹലോ.
ചന്ദ്രേട്ടാ, താമസിച്ചതിന് ആദ്യമേ സോറി കേട്ടോ. ഒന്ന് പറയണ്ട എന്റെ ചന്ദ്രേട്ടാ, രാവിലത്തെ ഓരോരോ പുകിലുകള് ഒന്ന് പറഞ്ഞു കൊടുക്ക എന്റെ മുത്തശ്ശ. എന്റെ ബാല, രാവിലെ നോക്കിയപ്പോ വീടിന്റെ എല്ലാ വാതിലുകളും പുറത്തുനിന്ന് ആരോ പൂട്ടിയേക്കുന്നു. വാതിലെല്ലാം പൂട്ടിയെന്നു? ആ, അത് മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്റെ ചന്ദ്രേട്ടാ, ഗേറ്റും പൂട്ടി വണ്ടിയുടെ ടയറിന്റെ എല്ലാം കാറ്റും അഴിച്ചു വിട്ടിരുന്നു. ആ, മുടിഞ്ഞ കളി തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഈ കല്യാണം മുടക്കാൻ ആരോ നന്നായി ശ്രമിക്കുന്നുള്ളൂ. അതിപ്പോ നടത്താൻ ശ്രമിച്ചാലും മുടക്കാൻ ശ്രമിച്ചാലും നടക്കാനാണ് വിധിയെങ്കിൽ അത് നടക്കും, മുടങ്ങാനാണ് വിധിയെങ്കിൽ മുടങ്ങും. ചന്ദ്രേട്ടാ, ഇത് സീതയുടെ അമ്മാവൻ, ഇതമ്മ. നമ്മുടെ അമ്മ വന്നില്ല ചന്ദ്രേട്ടാ? ഇല്ല. അതെന്താ? അതിപ്പോ വീട്ടിലേക്ക് ചെല്ലുമ്പോ അമ്മയെ കാണാമല്ലോ. എന്നാ പിന്നെ നമുക്ക് ഓഫീസിലേക്ക് കയറിയാലോ? രജിസ്ട്രാർ വെയിറ്റ് ചെയ്യാ. അത് അപ്പച്ചേപ്പ. നിക്കു ബാല, മുഹൂർത്തം വരെ നമുക്ക് നോക്കാം. ഓ, സീത വരുവന്നല്ലേ? മുഹൂർത്തം വരെ, ആ സമയം വരെ ഞാനും ചന്ദ്രേട്ടന് കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോ എന്ത് ചെയ്യണം ചന്ദ്രേട്ടാ? കാഴ്ച വസ്തുവിനെ പോലെ ഇവിടെ നിൽക്കണോ, അതോ കാറിൽ കയറിയിരിക്കണോ? മോൾ ഇവിടെ നിന്നാ മതി. കല്യാണ പെണ്ണിനെ 10 പേര് കാണട്ടെ. അല്ല പിന്നെ എനിക്ക് അമ്മയില്ല. ആ സ്ഥാനത്ത് നിന്ന് എന്നെ അനുഗ്രഹിക്കണം. അയ്യോ, കൊച്ചേ, നീ ഇപ്പൊ വനജയോട് ചോദിച്ചത് അനുഗ്രഹമല്ല, അവളുടെ ഒരേ ഒരു മകളുടെ ജീവിതമാ. നിന്റെ കഴുത്തിൽ താലി വീഴുമ്പോ അറ്റുപോകുന്നത് സീതയുടെ കഴുത്തിലെ താലിയാ, കുങ്കുമല്ല. ഞങ്ങളുടെ കൊച്ചിന്റെ ചങ്ക് പിളർന്ന ചോരയാ നീ ഇന്നു മുതൽ നിന്റെ നെറുകയിൽ തൊടാൻ പോകുന്നത്, ഓർത്തോ? വല്യണ്ണ വേണ്ട, ഈ മോളെന്തു വിളിച്ചു, അതിനെ ഒന്നും പറയല്ലേ. അമ്മയ്ക്ക് മോളോട് ഒരു ദേഷ്യവും ഇല്ല. ഞങ്ങളുടെ ബാലനെ നോക്കാൻ വന്ന നിന്നോട് എന്ന് സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ മോളെ ഓർക്കുമ്പോ പെറ്റ വയറല്ലേ മോളെ, ചക്കിലെരിയുന്ന തീ എന്തെങ്കിലും കെടുവോ? ഇല്ല. സന്തോഷത്തോടെ എനിക്ക് മോളെ അനുഗ്രഹിക്കാൻ കഴിയില്ല, അത് സത്യമാ. പക്ഷെ അമ്മ ശപിക്കത്തില്ല, നല്ലതേ വരൂ. ഒരിക്കൽ ഒരു ജീവിതം മോഹിച്ച് അത് കൈവിട്ടു പോയവളാ. ഇന്നും എന്റെ കഴുത്തിൽ താലി വീഴുന്നതിന് മുൻപ് അതേ കഥ തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ എനിക്ക് പരാതിയില്ല. സങ്കടം ഉള്ളിൽ അടക്കി പിടിക്കാൻ നല്ല കഴിവുള്ളവളാ ഞാൻ. ഇന്നും എന്റെ കഴുത്തിൽ താലി വീഴുന്നതിന് മുൻപ് അതേ കഥ തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ എനിക്ക് പരാതിയില്ല. സങ്കടം ഉള്ളിൽ അടക്കി പിടിക്കാൻ നല്ല കഴിവുള്ളവളാ ഞാൻ. സീതയുടെ ജീവിതം തട്ടിയെടുക്കാൻ വന്നവളാണ് ഞാനെന്ന് കരുതരുത്. സീത വഴിയിൽ വലിച്ചെറിഞ്ഞു പോയ ഒന്ന് മഴയിൽ കുതിർന്നും മണ്ണടിഞ്ഞും പോവരുതെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനത് എന്റെ ജീവിതത്തോട് ചേർക്കാൻ ശ്രമിച്ചു, അത്രയേ ഉള്ളൂ. ആരുടെ ചങ്ക് മുറിഞ്ഞാലും ചോര തന്നെയാണ് വരുന്നത്. അത് ശരി, ഒന്നാമതേ താമസിച്ചു, അതിൻ്റെ കൂടെ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണോ ഇവിടെ? വാ വാ, അകത്തോട്ട് വാ. വന്നേ, വിളിച്ചത് കേട്ടില്ലേ? വാ ബാല, വാ വാ വാ.
സാക്ഷിയായി ഒപ്പിടാനുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടോ? ഉവ്. ഹലോ, അതെ സാർ, രാജനാണ്. ചെയ്യാം സാർ, വേണ്ടത് ചെയ്യാം സാർ. ഒരു ഡിലേയും വരുത്തത്തില്ല. ശരി സാർ. ജില്ലാ ജഡ്ജി ഗംഗാധരൻ സാറാ വിളിച്ചത്. നിങ്ങൾ അഡ്വക്കേറ്റ് ആണല്ലേ? അതെ. എന്നാ പിന്നെ ചടങ്ങുകളിലേക്ക് കടക്കാം അല്ലേ? ഇല്ല, ഇവിടെ ഒരു ചടങ്ങും നടക്കില്ല, നടത്തത്തില്ല. ഞാൻ ഇതാരാ? ഞാൻ ജമ്പർ ജമ്പറല്ല, മെമ്പർ. അല്ല, മെമ്പർ ബാലൻ. ബാലന്റെ ഈ രണ്ടാം കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? എന്താ കാര്യമെന്ന് ഒരു മെമ്പറുടെ മുഖത്ത് നോക്കി എന്താ കാര്യമെന്ന് ചോദിക്കാൻ ധൈര്യമായോ? മെമ്പർ പോയി വാർഡ് ഭരിച്ചാ മതി, ഇവിടെ ഭരിക്കണ്ട. ഇവിടെ ഭരിച്ചാൽ താൻ എന്തോ ചെയ്യും? ഞാൻ പോലീസിനെ വിളിക്കും. അവര് നല്ല ഇടിയും തന്ന് തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകും. ചന്ദ്, പോയേക്കാം. മെമ്പറെ, നമ്മൾ വന്നത് എന്തിനാണെന്ന് മറന്നോ? എന്താ കാര്യം പറഞ്ഞ് കല്യാണം മുടക്കും. അത് ശരിയാ. അതെ, ഞാനൊരു മെമ്പറാ. കല്യാണം മുടക്കാൻ വന്നതാ. മുടക്കിട്ടേ പോകൂ.